പരിശുദ്ധവും പരിപാവനവുമായ ഈ ദുൽഹിജ്ജ മാസത്തിൽ നാം ഏറെ കേട്ടിരിക്കേണ്ട, നാം അറിഞ്ഞിരിക്കേണ്ട ചില ഭാഗങ്ങൾ മാത്രം നമുക്കറിയാവുന്ന ഒരു ചരിത്രമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം. ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ സമയത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഇസ്മായിൽ നബിയുടെയും ഹാജറ ബിബിയുടെയും കരളലിയിപ്പിക്കുന്ന ചരിത്രം ഇൻഷാ അല്ലാഹ് ചില പാട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതോടൊപ്പം ഒരു വാപ്പയോട് ഒരു മകൻ കൊടുത്ത 10 വസിയത്തുകളുണ്ട്. മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ഇസ്മായിൽ നബി അറുക്കുമ്പോൾ ഇബ്രാഹിം നബിയാകുന്ന വാപ്പയോട് മകനാകുന്ന ഇസ്മായിൽ നബി പറഞ്ഞ 10 വസിയത്തുകൾ ചരിത്രത്തിൽ വല്ലാതെ മനസ്സിൽ ഈമാനികമായ ചൈതന്യം വരുത്തുന്ന, സങ്കടങ്ങളുടെ അലയൊലികൾ മുഴങ്ങുന്ന ആ 10 വസിയത്തുകൾ ഏതൊക്കെയാണെന്നും ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ചരിത്രത്തിലൂടെ പഠിക്കാൻ പോവുകയാണ്. അള്ളാഹു പഠിക്കാനും പകർത്താനും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. എൻ്റെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, അല്ലാഹു നമ്മുടെ ഇരുത്തവും പറയലും കേൾക്കലും എല്ലാം കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്നാണ് നമ്മുടെ ആശയം. പക്ഷേ ഇന്നൊരൽപ്പം ദീർഘമായി പോയാൽ നിങ്ങളോട് ക്ഷമിക്കണം. കാരണം ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഏറെ ഇഷ്ടപ്പെട്ട ഒരു ചരിത്രമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കരളലിയിപ്പിക്കുന്ന, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഹാജറ ബിബി റളിയല്ലാഹു തആലയുടെ ത്യാഗനിർഭരമായ ജീവിതത്തിന്റെ ചില ഏടുകൾ നമ്മളൊന്ന് പഠിക്കാൻ പോവുകയാണ്, മനസ്സിലാക്കാൻ പോവുകയാണ്. ചരിത്രം കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും ചരിത്രം വലിയ ഇഷ്ടമാണ്. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയത്ത് നമുക്ക് അവരുടെ ജീവിതം ഈ പരിശുദ്ധ മാസത്തിൽ നമുക്കൊന്ന് പഠിക്കാം. അള്ളാഹു നല്ലത് പഠിക്കാനും പകർത്താനും പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പരീക്ഷണത്തിന്റെ തീച്ചുളയിൽ വെന്തുരുകിയ പ്രവാചകനാണ്. നമുക്കറിയാം, നമുക്കും ജീവിതമുണ്ട്, എല്ലാവർക്കും ജീവിതമുണ്ട്. നമ്മളൊക്കെ എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചു പോകുന്നവരാ. പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട്, അങ്ങ് തന്റെ ജീവിതം കൊണ്ട് ജീവിതത്തിന്റെ അല്ലെങ്കിൽ ലോകത്ത് അത്ഭുതങ്ങൾ തീർക്കാൻ കഴിഞ്ഞ ചില വ്യക്തിത്വങ്ങൾക്ക് മാത്രമേ കഴിയൂ. അതിലൊരാളാണ് മഹാപ്രവാചകനാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബിയുടെ വാപ്പന്റെ പേര് നമ്മളൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നതും നമ്മളൊക്കെ അറിഞ്ഞു വെച്ചിരിക്കുന്നതും ആസർ എന്നാണ്. അത് വാപ്പയല്ല, അത് വല്യുപ്പയാണ്. യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബിയുടെ വാപ്പയുടെ പേര് താറഹ് എന്നാണ്. ഉമ്മയുടെ പേര് ഉമൈല എന്നാണ് റളിയല്ലാഹു അൻഹ. എന്റെ പ്രിയമുള്ളവരെ, താറഹ് എന്ന പിതാവ് മരണപ്പെട്ടു. പിന്നെ ആസർ എന്ന് പറയുന്ന വല്യുപ്പയാണ് മഹാനുഭാവനെ വളർത്തിയത്. ആസറിനൊരു തൊഴിലുണ്ട്. ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭവും പ്രശസ്തവുമായ ആളുകൾക്കിടയിൽ വലിയ വിലയുണ്ടായിരുന്ന ഒരു ജോലിയാണ് ബിംബങ്ങളെ ഉണ്ടാക്കുക, വിൽക്കുക. ബിംബാരാധന നടന്നിരുന്ന ഒരു കാലത്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാപ്പയെ സഹായിക്കാൻ മക്കളുടെ കടമയാണല്ലോ. അതുകൊണ്ട് തന്നെ ആസർ എന്ന് പറയുന്ന തന്റെ വല്യുപ്പയാകുന്ന പിതാവിനെ സഹായിക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിർബന്ധനാവുകയാണ്. വാപ്പ ബിംബങ്ങളെ ഉണ്ടാക്കും, പ്രതിമകളെ ഉണ്ടാക്കും, ദൈവങ്ങളെ ഉണ്ടാക്കും. അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കേണ്ട ചുമതല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനാണ്. പലപ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തലയിൽ ഇങ്ങനെ ചുമന്നു കൊണ്ടുപോയി അങ്ങാടികൾ വിളിച്ചു പറയും, ഒരു ഉപകാരവും ചെയ്യാത്ത, ഒരു ഉപദ്രവം ചെയ്യാത്ത ചില ബിംബങ്ങളെ, രൂപങ്ങളെ കൊടുക്കാനുണ്ട്, ആരെങ്കിലും വാങ്ങാനുണ്ടോ എന്ന് പറഞ്ഞ് പരിഹസിക്കുമായിരുന്നു, കുറ്റപ്പെടുത്തുമായിരുന്നു. ആളുകൾക്ക് നല്ല ബോധം വരാൻ, വെറുതെ അപകർഷതാ ബോധത്തോടെ കളിയാക്കലല്ല. അങ്ങനെ മുന്നോട്ട് പോയി. അള്ളാഹുവെ പടച്ചവനെ, ഈ ഒരു നടുകയത്തിൽ നിന്നും ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ ആരുമില്ല പടച്ചവനെ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മനസ്സിൽ ചിന്തിച്ചപ്പോ, ആരാണോ അങ്ങനെ ചിന്തിച്ചത് ആ മനുഷ്യനെ പ്രവാചകനാക്കി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നുബുവത്ത് കൊടുക്കാൻ അല്ലാഹു തീരുമാനിച്ചിരിക്കുകയാണ്. നുബുവത്ത് കിട്ടിയപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, എല്ലാവരും ഒരു പെരുന്നാൾ കടന്നു വന്നു. ഒരു പെരുന്നാൾ കടന്നു വന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബക്കാരും കൂട്ടുകാരും നാട്ടുകാരും വാപ്പയും എല്ലാവരും, ഒരു നാട്ടിൽ പ്രത്യേകിച്ച് ഒരു ഉത്സവമുണ്ട്, എല്ലാവരും പോയി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചു, പറഞ്ഞു, എനിക്ക് സുഖമില്ല, ഞാൻ വരുന്നില്ല. അങ്ങനെ എല്ലാവരും പോയപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മഴുവെടുത്തു, കോടാലി എടുത്തു. എന്നിട്ട് ബിംബങ്ങളെ സൂക്ഷിച്ചിരിക്കുന്ന അവരുടെ ദേവാലയത്തിലേക്ക് അകത്തേക്ക് കയറുകയും ആ ബിംബങ്ങളെയെല്ലാം തച്ചു തകർത്ത് തരിപ്പണമാക്കുകയും ഒരു വലിയ ബിംബത്തെ മാത്രം അവസാനിപ്പിക്കുകയും വെറുതെ വിടുകയും അതിന്റെ കഴുത്തിലേക്ക് കോടാലി കത്തിടുകയും ചെയ്തു. ജനങ്ങൾ ഉത്സവം കഴിഞ്ഞ് അവർക്കൊരു പ്രത്യേകത ഉണ്ട്. എവിടെയെങ്കിലും പോയാലും തിരിച്ചു വന്നാലും അവിടെ കയറി ആരാധിക്കും, അവർ കാര്യങ്ങളൊക്കെ പറയും. ഉത്സവം കഴിഞ്ഞ് മടങ്ങി വന്ന് അവരുടെ ആരാധനാലയത്തിലേക്ക് കയറിയപ്പോൾ അവർ ഞെട്ടിപ്പോയി. അവർ ചോദിച്ചു, മൻ ഫഅല ഹാദാ ബി ആലിഹത്തിനാ ഇന്നഹു മിനൽ ളാലിമീൻ. പടച്ചോൻ, ഇത് ആരാണ് ഇത് ചെയ്തത്, ഇത് ആരാണ് ചെയ്തതെന്ന് ചോദിച്ചു. ആളുകളൊക്കെ പറഞ്ഞു, ഇവിടെ ഇബ്രാഹിം എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ട്, അവൻ ഇങ്ങനെ ജനങ്ങളോട് ബിംബങ്ങളെ എതിർത്തും ബിംബങ്ങളെ കുറ്റപ്പെടുത്തിയും ഒരാളുടെ ചെറുപ്പക്കാരുണ്ട് എന്ന് പറഞ്ഞപ്പോ ആളുകൾ പറഞ്ഞു, അവനെ കൊണ്ടുവരിക. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, നീയാണോ ഇത് ചെയ്തത്? അപ്പൊ ചോദിച്ചു, ഞാനെങ്ങനെ ചെയ്യേ? അവിടെ ഒരാൾ
ബാക്കിയുണ്ടല്ലോ, അദ്ദേഹത്തോട് ചോദിച്ചു നോക്ക്. അപ്പൊ ജനങ്ങൾ ചോദിച്ചു, ഈ സംസാരിക്കാത്ത ദൈവങ്ങളോട് ഞങ്ങൾ എങ്ങനെ ചോദിക്കണേ? അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാത്ത, കേൾക്കാൻ അറിയാത്ത ഈ ബിംബങ്ങളെ എന്തിനാ നിങ്ങൾ ആരാധിക്കുന്നത് ചോദിച്ചപ്പോ ആളുകൾക്ക് വല്ലാത്ത ദേഷ്യമായി. മറുപടി ഉണ്ടായില്ല അവർക്ക് പറയാൻ. എന്റെ പ്രിയമുള്ളവരെ, ആളുകളെ പരിഹസിക്കുക കൂടി ചെയ്തപ്പോ ദേഷ്യം വല്ലാതെ ഇരമ്പി, ദേഷ്യം വല്ലാതെ കൂടി. ഒന്നാമത്തെ പരീക്ഷണം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബിംബങ്ങളെ നശിപ്പിച്ചതിന്റെ പേരിൽ, ആളുകളെ കളിയാക്കിയതിന്റെ പേരിൽ വലിയ തീച്ചൂളയിലേക്ക്, വലിയ തീഗോളത്തിലേക്ക് വലിച്ചെറിയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അഭിപ്രായങ്ങൾ പലതും വന്നു. അവർ തീരുമാനിച്ചു, ഹരിഖൂഹു വൻസുറു ആലിഹത്തിക്കും, നമ്മുടെ ബിംബങ്ങളെ നശിപ്പിച്ച, നമ്മളെ പരിഹസിച്ച, നമ്മുടെ മുൻഗാമികളെ കളിയാക്കുന്ന ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ നമുക്ക് എവിടെ ഇടണം? വലിയ തീഗോളത്തിലേക്ക് വലിച്ചെറിയപ്പെടണം, അവനെ ചുട്ടരിക്കണം. ഈ ലോകത്തിന് തന്നെ ഭാരമായവനെ ഉണ്ടാകാൻ പാടില്ല എന്ന് തീരുമാനമെടുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വലിയൊരു കുഴി കുഴിച്ചു. ഒരു കുഴി കുഴിച്ച് അതിലിങ്ങനെ വിറക് നിറയ്ക്കുകയാണ്. അത് ആളുകൾ നേർച്ചയാക്കിയിട്ടാണ് വിറക് ശേഖരിക്കുന്നത്. ഇബ്രാഹിമിനെ തീയിലിടാൻ വേണ്ടി ഞാൻ ഇത്ര ദിവസം വിറക് ശേഖരിക്കാം, എന്റെ ആവശ്യം നിറവേറണം എന്നുപോലും അന്നത്തെ സ്ത്രീകൾ, ചരിത്രത്തിൽ കാണാം, സ്ത്രീകൾ നേർച്ച നേർന്നു എന്നാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇബ്രാഹിം നബിക്ക് ഒരു പേടിയും വന്നില്ല. കാരണം എന്തേ? പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്തൻ ഖാനിത്തൻ ലില്ലാഹ്. ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ മാതൃകാ പുരുഷൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലാണ്. അള്ളാഹുവിലേക്ക് ഇങ്ങനെ അടുക്കാൻ തുടങ്ങി. അള്ളാഹുവിലേക്ക് ആരടുത്താലും, എൻ്റെ ഉമ്മമാരെ, എൻ്റെ വാപ്പമാരെ, ചരിത്രം വെറുതെ കേട്ടുപോയാൽ പോരാ. ഓരോ പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ പാഠം, ആര് പടച്ചവനിലേക്ക് അടുത്താലും അള്ളാഹുവിന് പരീക്ഷണങ്ങൾ കൊണ്ടുപോകും. വെറുതെ ഇഷ്ടപ്പെടൂല, വെറുതെ സ്വർഗം കൊടുക്കൂല, വെറുതെ ഖബറിൽ രക്ഷ കൊടുക്കൂല, വെറുതെ നല്ല മരണം കൊടുക്കൂല. പരീക്ഷണം അള്ളാഹ് കൊടുക്കും. അത് റബ്ബ് ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ് ഒന്നാമത്തെ പരീക്ഷണം. അള്ളാഹു തീച്ചോലയിലേക്ക്, തീഗോളത്തിലേക്ക് വലിച്ചെറിയപ്പെടുക. ആരെയും, എൻ്റെ വോയിസ് ഓഫ് ഷഫീഖ് ബദർ എന്ന ചാനൽ കേൾക്കുന്ന എൻ്റെ ഉമ്മമാരെ, നിങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അള്ളാഹു നിങ്ങൾക്ക് രോഗം തരും. അത് അള്ളാന്റെ തീരുമാനമാണ്. എല്ലാം പാടൈത്തുള്ള ഹല്ലാർക്കൂടയോനെ, എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ, എൻ്റെ ജല്ലാജലാലായ തമ്പുരാനേ. അള്ളാഹുവിന്റെ തീരുമാനമാണ്. ആര് പടച്ചവനിലേക്ക് അടുക്കുന്നുവോ അവനെ അള്ളാഹു പരീക്ഷണത്തിന്റെ തീച്ചൂളയിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇബ്രാഹിം നബിയെ തീയിലിടാൻ പോവാണ്. ഖുർആൻ പറയുന്നുണ്ട്, വൈദിബ്തല ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ. പലർക്കും അല്ലാഹു പരീക്ഷണം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഖുർആൻ പറഞ്ഞൊരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഫഅതമ്മഹുന്ന, പൂർത്തീകരിച്ചു. ഇബ്രാഹിം നബി അത് പൂർണ്ണമായി ഏറ്റെടുത്തു, വിജയിച്ചു എന്ന് പരിശുദ്ധമായ ഖുർആൻ. അപ്പൊ തീയിലിടാൻ തീരുമാനിച്ചു. ദിവസങ്ങൾ കൊണ്ട് കത്തിക്കപ്പെടുന്ന തീ. എങ്ങനെ തീയിലിടണമെങ്കിൽ അടുത്തേക്ക് പോകണമല്ലോ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ആ കുഴിയുടെ മുകളിലൂടെ, കിലോമീറ്റർ മുകളിലൂടെ ഒരു പക്ഷി പറന്നു പോയാൽ പക്ഷി ഫ്രൈ ആയി പോകും. അത്രയ്ക്ക് തീഗോളം, അത്രയ്ക്ക് തീയാണ്. എങ്ങനെ വലിച്ചെറിയും? എന്റെ പ്രിയമുള്ളവരെ, ആ സമയത്താണ് ശപിക്കപ്പെട്ടവനായ പിശാച് ലഅനത്തുല്ലാഹി അലൈഹി കടന്നു വന്നിട്ട് അവരോട് പറഞ്ഞതൊരു കാര്യം ചെയ്യാം, ഒരു അമ്പും വില്ലും ഉണ്ടാക്കുക, അമ്പും വില്ലും ഉണ്ടാക്കുക. അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് വില്ലിലേക്ക്, ആ അമ്പിലേക്ക് ഇബ്രാഹിം നബിയെ വെച്ച് കെട്ടുക. ദൂരെ നിന്ന് അമ്പ് ചെയ്താൽ മതി, നേരെ തീഗോളത്തിലേക്ക് ചെന്ന് വീഴും. സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം നബി അമ്പും വില്ലും ഉണ്ടാക്കി, അമ്പിൽ അറ്റത്ത് വെച്ച് കെട്ടുകയാണ് ഇബ്രാഹിം നബിയെ. വലിയ ആളുകൾ, നൂറുകണക്കിന് ആളുകൾ പിടിച്ചു വലിച്ചു വിടുന്ന അമ്പാണ്. അമ്പിലേക്ക് വെച്ച് കെട്ടിയപ്പോ മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി ചോദിച്ചു, നബിയെ നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ രക്ഷപ്പെടുത്താം. എന്റെ ഈ ചിറകുണ്ടല്ലോ, ഈ 600-ൽ പരം ചിറകുള്ള ഞാനുണ്ടല്ലോ, ആ ചിറക് വെച്ച് ഒരടി അടിച്ചാ തീ കെട്ടുപോകും. അപ്പൊ ഇബ്രാഹിം നബി പറഞ്ഞ മറുപടി എന്തറിയോ? നിന്റെ സഹായം എനിക്കെന്തിനാപ്പാ, എന്റെ റബ്ബ് എനിക്കുണ്ട്. രണ്ടാമത്തെ പരീക്ഷണത്തിൽ, ഇബ്രാഹിം നബിയുടെ പരീക്ഷണത്തിൽ നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ പാഠം, അള്ളാനെ തവക്കലാക്കുക. നിന്റെ സഹായം ആർക്ക് വേണം ജിബ്രീലെ? എന്റെ റബ്ബ് എന്നെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ റബ്ബ് ഒന്ന് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരാളെ കൊണ്ടും തടുക്കാൻ കഴിയില്ല. റബ്ബ് എന്നെ രക്ഷിക്കുമെന്ന് ഉറപ്പാണ്. ജിബ്രീലിനെ മടക്കി അയച്ചു അലൈഹിസ്സലാം. തൊട്ടുടനെ മഹാനായി മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറന്നിറങ്ങി, നബിയെ എനിക്കാണ് മഴയുടെ ഡ്യൂട്ടി, ഞാനൊന്ന് ശക്തമായൊരു മഴ പെയ്താൽ തീ കെട്ടുപോകും, പെയ്യട്ടെ. അപ്പോഴും പറഞ്ഞെന്താ? എന്റെ റബ്ബ് തവക്കൽതു അലല്ലാഹ്, എന്റെ റബ്ബുണ്ടടോ, പിന്നെ ഞാൻ എന്തിനാ നിങ്ങളെ സഹായം ചോദിക്കണേ? നിങ്ങളെ ഒരു സഹായം എനിക്ക് വേണ്ട, എന്റെ റബ്ബുണ്ട് എന്ന് പ്രതിസന്ധികളിൽ പ്രതിരോധം തീർത്ത മഹാനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ എന്റെ പ്രിയമുള്ളവരെ, മഹാനായ തീ കുണ്ടാരത്തിലേക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വലിച്ചു
വലിച്ചെറിയുകയാണ്. എങ്ങനെയാണ്? നാഥന്റെ പരീക്ഷണം ഖലീലിലായി നിറഞ്ഞിതാ സുബ്രീലായി മുന്നേറി നബിയോർ ജന്നത്തിൽ അനുഗ്രഹം നേടിടുവാൻ ഷുഅലായി മുന്നേറി ഫൗസായി എന്നും മുന്നേറി ഫൗസായി തീയിലേക്ക് അവർ നബിയോരെ വലിച്ചെറിഞ്ഞ് ചൂടത് തണുപ്പായി ഇറയോനായി മറിഞ്ഞ് നബിയുള്ള സുഖമായി അതിനുള്ളിൽ കഴിഞ്ഞ് തീയിലേക്ക് അവർ നബിയോരെ വലിച്ചെറിഞ്ഞ് ചൂടത് തണുപ്പായി ഇറയോനായി മറിഞ്ഞ് നബിയുള്ള സുഖമായി അതിനുള്ളിൽ കഴിഞ്ഞ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വലിച്ചെറിഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ അള്ളാന്റെ തീരുമാനം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയാണ്, തീയിലെറിഞ്ഞപ്പോ ഇബ്രാഹിം നബിയുടെ വായിൽ നിന്ന് വന്ന പദം ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന പദമാണ് എന്ന് മഹാനായ റഈസുൽ മുഫസ്സിരിൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ പദം അങ്ങ് വന്നപ്പോ അള്ളാന്റെ തീരുമാനം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തീയിനോട് വന്ന് പറയുന്നു, യാ നാറു കൂനി ബർദം വസലാമ അലാ ഇബ്രാഹിം. തീയെ, ഈ വരുന്നത് നബി അള്ളാന്റെ ഇഷ്ടദാസന, അള്ളാനെ തവക്കുലാക്കിയ ആളാ, അങ്ങ് തണുപ്പായരെ AC റൂമാക്കിയേക്ക് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്. ഖുർആൻ പറയുന്നതാണ്, അള്ളാഹ് പറയാണ് ഇബ്രാഹിം നബിയോട്, തീയോട് പറഞ്ഞു തണുപ്പാകും. എന്റെ പ്രിയമുള്ളവരെ, ചിന്തിക്ക്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഈ പദം നബി തങ്ങൾ പറയാണ്, ആര് പറഞ്ഞാലും ഏത് പ്രതിസന്ധിയും കരകയറുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീ കത്തിക്കുമ്പോൾ ഉമ്മമാരെ, അടുപ്പിൽ നിങ്ങൾ തീ കത്തിക്കുമ്പോൾ നിങ്ങൾ ഈ ദുആ പറയണം, യാ നാറു കൂനി ബർദം വസലാമ. സദാ ശുദ്ധിയുള്ളപ്പോൾ പറയാമോ? ഖുർആൻ ആയത്തല്ലേ? അല്ല, ഇത് ഖുർആൻ ആയത്താണ്. പക്ഷേ ഒരു ദിക്ർ എന്ന നിലയിൽ നമ്മൾ പഠിച്ചു വെക്കണം. ദിക്ർ എന്ന നിലയിൽ അശുദ്ധിയുള്ളപ്പോൾ നമുക്ക് ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ നാറു കൂനി ബർദം വസലാമ എന്ന് പറഞ്ഞ് തീ കത്തിച്ചാൽ തീ കൊണ്ട് അപകടം വരില്ല എന്ന് മഹാനായ റഈസുൽ മുഫസ്സിരിൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അള്ളാഹ് പറഞ്ഞു. തീയിലേക്ക് തണുപ്പാകാൻ എത്രത്തോളം എന്ന് പറഞ്ഞാൽ 40 ദിവസം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തീ കുണ്ടാരത്തിൽ കിടന്നു എന്നാണ്. തന്നെ വരിഞ്ഞു മുറുകി വെച്ചിരുന്ന കയറ് തീ കൊണ്ട് മുറിഞ്ഞുപോയി, കരിഞ്ഞുപോയി. ഇബ്രാഹിം നബി കരിഞ്ഞിട്ടില്ല, ഒരു രോമത്തെ പോലും തൊടാൻ കഴിഞ്ഞില്ല. മകനെ തീയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നറിഞ്ഞപ്പോ ഒരു ഉമ്മാന്റെ വേദന നമുക്കറിയാം. ഒരു മകൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചാൽ ഉമ്മമാരെ സഹിക്കൂല. ഇബ്രാഹിം നബിയുടെ ഉമ്മയുടെ പേര് ഉമൈല റളിയല്ലാഹു അൻഹയാണ്. ഉമൈല റളിയല്ലാഹു അൻഹ ഓടി വരാണ്, അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് മകന്റെ വിധിയോർത്ത് ഓടി വന്നപ്പോ തീയുടെ അകത്ത് നിന്ന് ഉമൈല റളിയല്ലാഹു അൻഹയെ മകൻ വിളിക്കണം, ഉമ്മച്ചിയെ ഞാനിവിടെ ഉണ്ട്, എനിക്ക് ഒരു പ്രശ്നമില്ല, ഉമ്മ കയറിപ്പോരി. ഇപ്പൊ മാനസിക നില നഷ്ടപ്പെട്ടു എന്നാണ്. എന്ന് പറഞ്ഞാൽ മകന്റെ സങ്കടം കണ്ട്, അവസ്ഥ കണ്ട് ഉമ്മാക്ക് പരിസ്ഥിതി ബോധം നഷ്ടപ്പെട്ടു. മകൻ വിളിക്കുന്നത് തീയിലേക്കാണെന്ന് പോലും തിരിച്ചറിയാതെ മഹദിയായ ഉമൈല റളിയല്ലാഹു അൻഹ തീയിലേക്ക് കയറി എന്നാണ് റഈസുൽ മുഫസ്സിരിൻ ഇബ്നു അബ്ബാസ് തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഉമ്മ 3 ദിവസം മകനോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ്. ഉമ്മാക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അള്ളാഹ് പറഞ്ഞത് യാ നാറു കൂനി ബർദം വസലാമ, രക്ഷയാകാൻ ഉമ്മ 3 ദിവസം മകനോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ്. എന്റെ പ്രിയമുള്ളവരെ, എല്ലാ ജീവജാലങ്ങളും ഇബ്രാഹിം നബിയെ തീയിലിട്ടപ്പോ എല്ലാ ജീവജാലങ്ങളും എന്ത് ചെയ്തു? തീ ഊതിക്കെടുത്താൻ നോക്കി. പക്ഷെ പല്ലി മാത്രം തീയെ ആളി കത്തിക്കാൻ സഹായിച്ചു എന്നാണ്. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, പല്ലിയെ കൊല്ലുന്നവന് 100 നന്മയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താണെന്നറിയോ? ഇബ്രാഹിം നബിയെ തീയിലിട്ടപ്പോ തീയെ ആളിക്കത്താൻ സഹായിച്ചത് പല്ലിയായിരുന്നു. പല്ലി എന്ന ജീവി ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ഒറ്റയടിക്ക് കൊന്നാൽ 100 നന്മ. അവിടെയും അല്ലാഹ് കരുണ കാണിച്ചു. ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണ്ട, ഒറ്റയടിക്ക് കൊല്ല് 100 നന്മ. അടി കൂടും തോറും, കൊല്ലും തോറും എന്ത് ഈ പ്രതിഫലം കുറയുന്നതാണ്. ഒറ്റയടിക്ക് കൊന്നേക്ക്. കാരണം എന്താ? പല്ലിയെ കൊല്ലൽ കാരണം എന്താ? ഇബ്രാഹിം നബിയെ തീയെ കത്തിച്ചപ്പോ അതിനെ ഊതി സഹായിക്കു കൊടുത്തു എന്നാണ് ചരിത്രം പഠിപ്പിക്കുക. അങ്ങനെ തീയിൽ നിന്ന് രക്ഷപ്പെട്ടു. 40 ദിവസം കഴിഞ്ഞ് തീയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഒരു നിലയ്ക്ക് ഇറാഖിൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയാണ് ജനനം, നിൽക്കാൻ പറ്റുന്നില്ല. അള്ളാഹുവിന്റെ കൽപ്പന വന്നു, ഫലസ്തീനിലേക്ക് പോവുക. അള്ളാഹു ഫലസ്തീനിലെ മക്കളെ കാക്കട്ടെ. ഒരുപാട് പ്രവാചകന്മാരുടെ പാദസ്പർശനമേറ്റ മണ്ണാണ്. ഫലസ്തീനിലേക്ക് പോയി അവിടെ കുറച്ച് നാൾ താമസിച്ചു. അവിടെ വെച്ച് മഹദിയായ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭാര്യയാകുന്ന സാറാ ബീബിയും കൂടെയുണ്ട്. വിവാഹം കഴിഞ്ഞു, ചരിത്രം വിശദീകരിക്കുന്നില്ല. സാറാ ബീബിയും കൂടെയുണ്ട്. ഫലസ്തീനിൽ താമസമാക്കി കുറെ നേരം അവിടെ കഴിയുമ്പോൾ അവിടെയും ദാരിദ്ര്യവും പട്ടിണിയുമാണ്. അള്ളാന്റെ അടുത്ത തീരുമാനം, നബിയെ ഇനി നിങ്ങളുടെ കഴിയണ്ട, നിങ്ങൾ ഈജിപ്തിലേക്ക് പോവുക. ആരെ? ഭാര്യയാകുന്ന സാറാ ബീബിയെയും കൂട്ടി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടെ ഇറാഖിൽ നിന്നും ഫലസ്തീനിൽ വന്നു. ഫലസ്തീനിൽ നിന്നും ഈജിപ്തിലേക്ക് പുറപ്പെടുകയാണ്. ഈജിപ്തിലേക്ക് പോയി. സുബ്ഹാനല്ലാഹ്, അത്ഭുതങ്ങളുടെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ് ഈജിപ്ത് അല്ലേ? മിസ്ർ എന്ന നാടുള്ള ആ രാജ്യം, അന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് സിനാൻ ഇബ്നു അൽവാൻ എന്ന് പറയുന്ന രാജാവാണ്. സിനാൻ ഇബ്നു അൽവാൻ. ഈ രാജാവിന് ഒരു പ്രശ്നമുണ്ട്. സൗന്ദര്യമുള്ള ഏത് പെണ്ണിനെ കണ്ടാലും കയറി പിടിക്കും.
അങ്ങനെ ഒരു ദുശീലുണ്ട്. മഹദിയായ സാറാ ബീവി വല്ലാത്ത സൗന്ദര്യമുള്ള മഹദിയാണ്. മഹദിയായി കണ്ടപ്പോ ഈ സിനാൻ ബിൻ അൽവാൻ എന്ന് പറയുന്ന രാജാവിന് വല്ലാത്ത ആഗ്രഹം. പിടിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ പൊക്കും, പ്രതിമയായിട്ട് നിൽക്കും. കൈ തിരിച്ചു വലിക്കോ ഒരു പ്രശ്നവും, അടുത്തേക്ക് പോവുമോ പ്രതിമയായിട്ട് നിൽക്കും. അപ്പൊ മനസ്സിലായി ഇതൊരു സാധാരണ സ്ത്രീയല്ല, ഇതൊരു സാധാരണ പുരുഷനല്ല, ഇവർക്ക് എന്തോ പ്രത്യേകതയുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും മഹദിയായ സാറാ ബീവി റളിയല്ലാഹു തആലയ്ക്കും ഇവർ സാധാരണക്കാരല്ല എന്ന് മനസ്സിലായ സിനാൻ ബിൻ അൽവാൻ എന്ന് പറയുന്ന അന്നത്തെ രാജാവ് ഒരു സമ്മാനം കൊടുക്കാണ്. എന്താണ് സമ്മാനം എന്നറിയോ? ഖലീലായി സമ്മാനങ്ങളായി അടിമകളിൽ നിന്നും കിബിത്തിയതുമായി റബ്ബ് റഹ്മാന്റെ വിധികളതുമായി തിരുദൂതരിലായി എത്തുന്നു നസ്റായി ഏകുന്നു നബിയോർക്ക് പ്രശ്നങ്ങൾ ഒരുപാട് ഏതിലും നേടുന്നു വിജയങ്ങൾ ഒരുപാട് ബീവി ഹാജറയും കൂടുന്നു നബിയോട് ഏകുന്നു ജീവിതം എന്നെന്നും റിളയോട് എത്തി ഖലീലായി സമ്മാനങ്ങളായി അടിമകളിൽ നിന്നും കിബിത്തിയതുമായി. രാജാവ് ഒരു സമ്മാനം കൊടുത്തു. എന്താണെന്നറിയോ? തന്റെ കിബിത്തിയ വംശത്തിൽപ്പെട്ട ഒരു അടിമ സ്ത്രീയെ, പേര് മഹദിയായ ഹാജർ റളിയല്ലാഹു തആല അൻഹ. ഹാജർ ബീവിയെ ആർക്ക് സമ്മാനമായി കൊടുത്തു? ഇബ്രാഹിം നബിക്കും സാറാ ബീവിയും എന്ന ദമ്പതികൾക്ക് സമ്മാനമായി ജീവിതത്തെ യാത്രയിൽ സഹായിക്കാൻ, ഭക്ഷണം പാകം ചെയ്യാൻ ഒരു അടിമ സ്ത്രീയെ സമ്മാനമായി കൊടുക്കണം. അങ്ങനെ സാറാ ബീവിയും ഹാജറ ബീവിയും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും കുറച്ചു നാൾ ഈജിപ്തിൽ താമസിച്ചിട്ട് വീണ്ടും ഫലസ്തീനിലേക്ക് മടങ്ങി വന്നു. ഫലസ്തീനിൽ അങ്ങനെ താമസിച്ചു കൊണ്ടിരുന്നപ്പോ ഈ കുടുംബത്തിന് ആകെ ഒരു വിഷമം, ഒറ്റ വിഷമേ ഉള്ളൂ, മക്കളില്ല. പ്രായം എത്രയായി? മഹദിയുടെ പ്രായം 70 വയസ്സായി. മക്കളുണ്ടാകാൻ യാതൊരു ചാൻസും ഇല്ല. പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച സമയമാണ്. ഇബ്രാഹിം നബിക്കും സാറാ ബീവിക്കും മനസ്സിൽ വല്ലാത്ത സങ്കടം. ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു ഭാര്യ ഭർത്താവിനോട് പറയാണ്, നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ, നമുക്ക് കുട്ടി വേണമല്ലോ, അപ്പൊ ഞാൻ തന്നെ പ്രസവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മുടെ അടിമ സ്ത്രീയല്ലേ ആര്? ഹാജറ ബീവി, അവർ നിങ്ങൾ വിവാഹം കഴിക്കണം. അവർ ചെറുപ്പമല്ലേ, അവൾ ചെറുപ്പമല്ലേ, അവൾക്ക് കുട്ടികളുണ്ടാവും, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എനിക്ക് സന്തോഷാണ് എന്ന് ആരോട് പറഞ്ഞു? ഇബ്രാഹിം നബിയോട് സാറാ ബീവി പറഞ്ഞു. അപ്പൊ നമ്മൾ ചിന്തിക്കൂ, അങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയാൽ പുണ്യം ചെയ്യണം ഉസ്താദേന്ന്. ഏത് ഭാര്യമാരെ സമ്മതിക്കണേ? പക്ഷെ ഹാജറ ബീവിയെ വിവാഹം കഴിക്കാൻ സാറാ ബീവി അനുവാദം കൊടുക്കുകയാണ്. അങ്ങനെ വിവാഹം കഴിഞ്ഞത് മുതൽ പ്രാർത്ഥന. വിവാഹം കഴിച്ചു. ഇബ്രാഹിം നബി ഭാര്യ പെർമിഷൻ കൊടുത്തല്ലോ, അള്ളാന്റെ കൽപ്പന പ്രകാരം ഹാജറ ബീവിയെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിവാഹം കഴിക്കുകയാണ്. വിവാഹം കഴിച്ച അന്ന് മുതൽ ദുആയാണ്, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ ഫബശ്ശർനാഹു ബിഉലാമിൻ ഹലീം. ഖുർആൻ പറഞ്ഞതാണ്. അങ്ങനെ ദുആക്കി അല്ലാഹു ഉത്തരം നൽകി. ആ കുടുംബത്തിൽ സന്തോഷ വാർത്ത കൊടുത്തു. എന്താണെന്നറിയോ? ഇബ്രാഹിം നബിക്ക് മഹദി ഹാജറയിൽ ജനിക്കുന്നു ഇസ്മാഈൽ എന്ന അഹദിന്റെ റിളയാൽ വളരുന്നു ബൈത്തിൽ സൂറുറായി ഇദാഹലിൽ. കനിമോന്റെ വളർച്ച അതിവേഗമുയർച്ച വരുത്തിയ സാറായിൽ റബ്ബിൽ അമറാലെ ഉടനടി മാറി ബലതും ഇറയോനിൽ തവക്കുലുമായി. ഇബ്രാഹിം നബിക്ക് മഹദി ഹാജറയിൽ ജനിക്കുന്നു ഇസ്മാഈൽ എന്ന അഹദിന്റെ റിളയാൽ വളരുന്നു ബൈത്തിൽ സൂറുറായി ഇദാഹലിൽ. അൽഹംദുലില്ലാ. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 96-ാമത്തെ വയസ്സ്. ചിന്തിക്കണം, അള്ളാന്റെ ഖുർആൻ പറഞ്ഞ എന്താണെന്നറിയോ? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലിലൂടെ എത്രയോ ഉമ്മ ഉസ്താദേ മക്കളില്ല, വിഷമിക്കേണ്ട പെങ്ങളെ, വിവാഹം കഴിഞ്ഞ 5 വർഷമാകട്ടെ 10 വർഷമാകട്ടെ 96 വയസ്സില ആർക്ക്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കുട്ടി ജനിക്കണേ. അള്ളാഹ് ആരെയും പരാജയപ്പെടുത്തൂല, അള്ളാഹ് ആരെയും സങ്കടപ്പെടുത്തൂല. അള്ളാഹ് തരുമെന്ന വിശ്വാസം നിനക്കുണ്ടോ? അള്ളാഹ് തന്നിരിക്കും. ഇബ്രാഹിം നബിക്ക് 96-ാമത്തെ വയസ്സിലാണ് മകനാകുന്ന ഇസ്മായിൽ എന്ന് പറയുന്ന മകൻ ജനിക്കും. പേരിട്ടു ഇസ്മായിൽ എന്ന്. അങ്ങനെ ജീവിതം മുന്നോട്ട് പോവാണ്. എന്തായാലും പെണ്ണല്ലേ, പെണ്ണിന് അസൂയായി. എങ്ങനെ
ഹാജറ ബീബി റളിയല്ലാഹു തആല മകനെ എടുത്തുന്നു, സാറാ ബീബി എടുക്കും, വളർത്തും, താലോലിക്കും എല്ലാം ചെയ്യും. പക്ഷേ ഇബ്രാഹിം നബിക്ക് ഹാജറ ബീബിയോട് എന്തെങ്കിലും ഒരു സ്നേഹ കൂടുതൽ ഉണ്ടോ എന്ന് ആർക്ക് സംശയം? സാറാ ബീവിക്ക് സംശയം മാത്രമാണ്, ഒരു മനസ്സിലൊരു ആകുലത. ഇത് അള്ളാഹു അറിയാം, ആരൊളിച്ചു വെച്ചാൽ റബ്ബിനറിയാലോ. അല്ല പറഞ്ഞു, നബിയെ ഇനി ഇവിടെ നിൽക്കണ്ടാട്ടോ, ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, മകനെയും കൂട്ടി നിങ്ങൾ പുറപ്പെടണം. അടുത്ത പരീക്ഷണം തീയിലേക്ക് വലിച്ചെറിഞ്ഞ ഒന്നാമത്തെ പരീക്ഷണം. രണ്ടാമത്തെ പരീക്ഷണം കടന്നു വരാണ്. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ തീരുമാനം ഭാര്യയാകുന്ന ഹാജറയെയും പാലുകുടി മാറാത്ത മകനായ ഇസ്മായിൽ നബിയും മക്കയിലേക്ക് എത്തിക്കുക. മക്കയിലേക്ക് എത്തിക്കിട്ട് നിങ്ങൾ തിരിച്ചു വരണം. അള്ളാഹിന്റെ തീരുമാനം, മക്കയിലേക്ക് പോകണം, അവിടെ നിങ്ങൾ ഉപേക്ഷിക്കണം, എന്നിട്ട് നിങ്ങൾ സാറാ ബീവിയുടെ അടുത്തേക്ക് മടങ്ങി വരണം. സുബ്ഹാനല്ലാഹ്, യാത്രയ്ക്ക് ഒരുങ്ങി. അങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളമെടുത്തു, ഒരു പാത്രത്തിൽ ഈത്തപ്പഴം എടുത്തു. അവർ കയ്യിൽ കരുതിയത് രണ്ടു മാത്രമാണ്. കുഞ്ഞുമായി പുറപ്പെടുകയാണ്. അവർ മക്കയിലെത്തി. ഇന്ന് കാണുന്ന പോലെ വിശാല വിസ്തൃതിയുള്ള മക്കയല്ല, ഇന്നത്തെ പോലെ ജനനിബിഡമായ മക്കയല്ല, ഇന്നത്തെ പോലെ കെട്ടിടങ്ങളുള്ള മക്കയല്ല, ഇന്നത്തെ പോലെ സസ്യലതാദികളുള്ള മക്കയല്ല. പിന്നെയോ ചരിത്രത്തിൽ കാണാം, ഓരോ തുള്ളി ജലമില്ല, ഒരു പേരും തുണയില്ല, മണൽ കാട്ടിൽ അണഞ്ഞല്ലോ ഹാജറ ബീവി, മകനാം ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. ദുരിതങ്ങളൊരുപാട്, തടസ്സങ്ങൾ വരും നാട്, ഇറയോന്റെ ഇടപാട് വരവും കാത്ത് നബിയോർ കഴിയുന്നു ദിനമെന്നും റജായിലായി. ഒരു തുള്ളി ജലമില്ല, ഒരു പേരും തുണയില്ല, മണൽ കാട്ടിൽ അണഞ്ഞല്ലോ ഹാജറ ബീവി, മകനാം ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. മക്കയിലെത്തി. വെള്ളമില്ല, വെളിച്ചയില്ല, കാടും വല്ലാത്ത വനപ്രദേശം. ഒരു മനുഷ്യന്റെ ഗന്ധം പോലുമില്ല, മനുഷ്യൻ പോയിട്ട് ഗന്ധം പോലുമില്ല. റബ്ബിന്റെ കൽപ്പന, മക്കയിൽ ഉപേക്ഷിച്ചിട്ട് പോകാനാണ്. പാലുകൂടി മാറാത്ത മകൻ, 96ാമത്തെ വയസ്സിലാണ് കുട്ടി ജനിക്കുക. അപ്പൊ എത്രത്തോളം ഒരു മകനെ സ്നേഹിക്കാൻ നമുക്കറിയാം. വാപ്പാക്കുമ്മായുള്ള സ്നേഹത്തെക്കാൾ കൂടുതലാണ് നമ്മുടെ വല്യുപ്പാക്ക്, ഇല്ലേ? വാപ്പാടെ വാപ്പാക്കോ വാപ്പാടെ ഉമ്മക്കോ, ഉമ്മയുടെ ഉമ്മയ്ക്കോ ഉമ്മയുടെ വാപ്പാക്കോ നമ്മുടെ മക്കളോട് വലിയ സ്നേഹമാണ്, ഇല്ലേ? അങ്ങനെയാണ്, വല്ലാത്ത ഇഷ്ടമാണ്. നമ്മളോട് നമ്മൾ ചിന്തിക്കും, നമ്മളോട് നീ വാപ്പ ഇങ്ങനെ കാണിച്ചിട്ടില്ലല്ലോ, പക്ഷെ നമ്മുടെ കുട്ടികളോട് വാപ്പാക്ക് വലിയ ഇഷ്ടമാണ്. ആ പ്രായത്തിലാണ് ഒരു മകൻ ജനിക്കാർക്ക്, ഇബ്രാഹിം നബിക്ക്. അപ്പൊ സ്വന്തം മകനാകുമ്പോൾ പിന്നെ പറയാനുണ്ടോ? വല്ലാത്ത സ്നേഹം. അങ്ങനെ റബ്ബിന്റെ കൽപ്പന അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ. അവിടെ വെച്ച് പോകുമ്പോൾ, അവനെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ, ഹാജറ ബീവി അവിടെ ആക്കിയിട്ട് പോകുമ്പോൾ ഇബ്രാഹിം നബി തിരിഞ്ഞു നടക്കുമ്പോൾ വിളിക്കാണ്, ഇല ഐന യാ സയ്യിദി, ഭർത്താവേ നിങ്ങൾ എങ്ങോട്ടാ പോണേ? ആ തത്തുറുക്കുന ഹാദൽവാദി, ഈ മനുഷ്യവാസമില്ലാത്തടത്ത് ഞങ്ങൾ ഉപേക്ഷിക്കുകയാണോ? ഇവിടെ ആരുമില്ല. അപ്പൊ ചോദിച്ചു, ഇത് റബ്ബ് പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇത് ചെയ്യണത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ആദാമിൻ അംരില്ല, ഇതെന്റെ റബ്ബിന്റെ തീരുമാനമാണ്. ഇത് കേട്ടപ്പോ ഹാജറ ബീവി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉമ്മമാരെ, ഈ മറുപടിയാണ് നമുക്ക് വേണ്ടത്. വാപ്പമാരെ, ഈ മറുപടിയാണ് നമ്മുടെ കൽബിൽ വേണ്ടത്. പെങ്ങളെ, ഈ മറുപടി മറക്കല്ലേ. ഇതല്ല യുദിഅനല്ല, എന്റെ റബ്ബ് എന്നെ കൈവിടൂല. റബ്ബ് ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നടക്കും. നിങ്ങൾ വിഷമിക്കേണ്ട, ധൈര്യമായിട്ട് പൊക്കോ. റബ്ബ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? റബ്ബിന്റെ കൽപ്പനയാണോ? എനിക്ക് ഒരു വിഷമവും ഇല്ല. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും സങ്കടങ്ങളും നൊമ്പരങ്ങളും പ്രശ്നങ്ങളും വരുമ്പോ ഉമ്മമാരെ പറയണം, എന്റെ റബ്ബ് ഒന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതും നടക്കും. ഞാൻ പതറില്ല, ഞാൻ തകരില്ല, ഞാൻ അള്ളാഹുവിലേക്ക് അടുക്കുക തന്നെ ചെയ്യുമെന്നുള്ള തീരുമാനം നമുക്ക് ഉണ്ടാകണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. അത്രയും റബ്ബിനോട് വിശ്വാസമുണ്ടായിരുന്നു. അതാണ് നമുക്ക് തരുന്ന പാഠം. അങ്ങനെ ഹാജറ ബീവിക്ക് പേടിക്കേണ്ട കാര്യമില്ല, അള്ളാഹ് സംരക്ഷണം കൊടുക്കും. ആ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് ചരിത്രത്തിൽ ഇന്നും ഹാജറ റളിയല്ലാഹു തആല അൻഹയെ എപ്പോഴും വിസ്മരിക്കില്ലേ. അമ്പിളിച്ചേലുള്ള അമ്പർ മണമുള്ള ഇമ്പത്തരുണിയാൾ പൂമുത്ത് ഹാജറ, ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂത്തു നാരി ഹാജറ. ഇത് വെറുതെ പാടിക്കളയാനുള്ളതല്ല, ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറി മഹദി ഹാജറ റളിയല്ലാഹു തആല അൻഹ. അങ്ങനെ പരിശുദ്ധ കഅബയുടെ തെക്ക് ഭാഗം കിഴക്ക്
ഭാഗത്ത് എൻ്റെ പ്രിയമുള്ളവരെ ഈത്തപ്പഴ ഒരു മരത്തിന്റെ ചുവട്ടിൽ, ഒരു തണൽ വൃക്ഷത്തിന്റെ ചുവട്ടിൽ മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കിടത്തുകയാണ്. ജലത്തിന്റെ കണിക പോലുമില്ല. കൊണ്ടുവന്ന വെള്ളം തീർന്നു, ഈത്തപ്പഴം തീർന്നു. വല്ലാതെ ദാഹിച്ചപ്പോ തന്റെ മാറിടത്തിലുണ്ടായിരുന്ന പാലും തീർന്നു. കുഞ്ഞ് വിശന്ന് കരയാൻ തുടങ്ങി. ജലം തേടി എവിടെ പോകാൻ? കുട്ടിയുടെ അടുക്കൽ ആരും വേണ്ടേ? ആരെങ്കിലും വന്യമൃഗങ്ങൾ വരും. കാടാണ്, വനമാണ്. ഇന്നത്തെ പോലെ നല്ല വിശാലമായ പരിസ്ഥിതിയല്ല. ഇന്നൊരു കുട്ടി അവിടെ ആയാൽ കണ്ടുപിടിക്കാൻ ആളുകളുണ്ട്. ഒരു മനുഷ്യവാസമില്ല. കുഞ്ഞിനെ എങ്ങാൻ അവിടെ കിടത്തിയിട്ട് പോയാൽ ചെന്നായ പിടിച്ചാലോ, ആരെങ്കിലും ഏതെങ്കിലും മൃഗങ്ങൾ ആക്രമിച്ചാലോ എന്ന പേടിയാണ്. ഒരൊറ്റ മനുഷ്യരില്ല. അവസാനം എന്ത് ചെയ്തെന്നറിയോ? ഒരു വെള്ള തുണിയിൽ കുഞ്ഞിനെ പൊതിഞ്ഞു ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. നമ്മൾ വീട് പൂട്ടുമ്പോൾ പറയുമ്മ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. വാഹനം ലോക്ക് ചെയ്യുമ്പോൾ പറയുവാപ്പ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. പാത്രം അടച്ചു വെക്കുമ്പോൾ പറയുമ്മ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഏതൊരു തവക്കുലിന്റെ പദം നിങ്ങൾ പറഞ്ഞോ, അള്ളാഹ് നിങ്ങളെ പരാജയപ്പെടുത്തൂല. മക്കളെ സ്കൂളിലേക്ക് വിടുമ്പോൾ പറയുമ്മ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. സ്കൂൾ തുറന്നില്ലേ? സ്കൂൾ തുറന്നതിന്റെ അന്നോ പിറ്റേ തന്നെ വാർത്ത കേട്ടില്ലേ? തിരുവനന്തപുരം ജില്ലയുടെ കിളിമാനൂർ എന്ന് പറയുന്ന പ്രദേശത്ത് വാഹനം മറിഞ്ഞത്. വയലിലേക്ക് സ്കൂൾ ബസ് മറിഞ്ഞ് 25ഓളം കുട്ടികൾ വണ്ടിയിലുണ്ടായിരുന്നു. അള്ളാഹു അൽഹംദുലില്ലാ വലിയ അപകടങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാലും നമ്മുടെ മക്കൾ വാഹനങ്ങളിലാണ് പോണേ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പറയേ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഹാജറ ബീബി കുഞ്ഞിനെ കിടത്തിയിട്ട് പറഞ്ഞു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഈ ചരിത്രത്തിൽ ഈ ദിക്ർ എപ്പോഴും പറഞ്ഞൊരു ദിക്റാണ് ചരിത്രത്തിൽ. അത് പറഞ്ഞിട്ട് ഹാജർ റളിയല്ലാഹു തആല നോക്കുമ്പോൾ അവിടെ ഒരു മല കാണും. അതിന്റെ പേര് ഇസ്മുഹു സഫ. സഫ എന്നാണ്. പ്രസവിച്ചിട്ട് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ. ഒന്ന് ചിന്തിക്കണം. നമ്മളെ ഭാര്യ, ഉമ്മമാർ, സഹോദരിമാർ പ്രസവിച്ച റെസ്റ്റാണ്, ഫുള്ള് റെസ്റ്റാണ്. ഞാൻ അതേ കുറ്റം പറഞ്ഞാൽ കേട്ടോ, അങ്ങനെ വേണം. അവരുടെ ബുദ്ധിമുട്ട് അവർക്കറിയാം. പക്ഷെ പ്രസവിച്ച് ഏതാനും മാസങ്ങളിൽ, വിരലെണ്ണാവുന്ന ദിവസങ്ങളും മാസങ്ങളും ആയിട്ടുള്ളൂ ഹാജറ ബീവിക്ക്. നോക്കുമ്പോൾ കുഞ്ഞ് കരയുന്നു. പിന്നെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഇസ്മുഹു സഫ. സഫ എന്ന് പറയുന്ന മലയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറുകയാണ്, ഓടിക്കയറുകയാണ്. പ്രിയമുള്ളവരെ, വെള്ളമില്ല. അവിടെ നിന്ന് നോക്കുമ്പോൾ മറ്റൊരു മല, ഇസ്മുഹു മറുവ. മറുവ എന്ന് പറയുന്ന മല കാണാം. അവിടേക്ക് തിരിഞ്ഞോടി. അങ്ങനെ 7 തവണ ഓടിയെന്നാണ്. ഓടുന്നതിന്റെ സ്മരണയ്ക്കാണ് ഇന്നും പരിശുദ്ധമായ ഹജ്ജിന് പോയാലും ഉംറയ്ക്ക് പോയാലും സഈ എന്ന് പറയുന്ന ഒരു അമലുണ്ട്. സഫാ മറുവക്കിടയിൽ നടക്കുന്ന സഈ ചെയ്യുന്ന, നടക്കുന്ന, ഓടുന്ന ഒരു അമലുണ്ട്. അതിന്റെ സ്മരണ ഹാജറ ബീവി വെള്ളം തേടി വർഷങ്ങൾക്ക് മുമ്പ് തന്റെ മകൻ കരഞ്ഞപ്പോൾ ചരിത്രമാണ്. അൽഹംദുലില്ലാ ഇന്നും നമ്മൾ പോകുമ്പോൾ അവിടെ പച്ച ലൈറ്റ് കാണാം. സഫയ്ക്കും മറുവയ്ക്കും ഇടയിൽ പച്ച ലൈറ്റ് കാണാം. അവിടെ എത്തുമ്പോൾ സ്പീഡിന് ഓടൽ. അമീർമാർ പറയും ഇവിടെ എത്തുമ്പോൾ സ്പീഡിന് ഓടണം. എന്തേ കാരണം? അവിടെ മഹദിയായ ഹാജറ ബീവി സ്പീഡിന് ഓടിയതാണ് ചരിത്രം രേഖപ്പെടുത്തുക. അള്ളാഹു അവിടെയൊക്കെ പോയി അമൽ ചെയ്യാൻ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, 7 തവണ ഓടിക്കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ആ വെള്ളം പൊട്ടി ഒലിക്കുന്ന ശബ്ദം മഹദിയായ ഹാജറ ബീവിയുടെ ചെവിയിൽ കേൾക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എവിടെയെന്നറിയോ? തന്റെ മകൻ കരഞ്ഞപ്പോൾ മഹാനായ മുഖറബ് അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഉമ്മാന്റെ തവക്കുലാണ് അവിടെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി തന്റെ മകന്റെ കാലിന്റെ ഭാഗത്ത് ചിറക് കൊണ്ടടിച്ചപ്പോൾ അവിടെ ഉറവ പൊട്ടി ഒലിക്കാൻ തുടങ്ങി. വെള്ളമൊലിച്ചു. മഹദിബറുകൾ ഓടി വന്ന് നോക്കുമ്പോൾ വെള്ളം ഇങ്ങനെ പ്രവഹിക്കാണ്. മണ്ണുകൊണ്ട് ഇങ്ങനെ ചെറിയ അതിർത്തികൾ കെട്ടിത്തിരിച്ചു. വെള്ളം നിൽക്കുന്നില്ല. മഹദിയായ ഹാജറ റളിയല്ലാഹു അൻഹ പറഞ്ഞു സമീ സമീ എന്ന അവരുടെ പദത്തിൽ അവർ പറഞ്ഞു. എന്നിടത്ത് മതി മതി എന്നാണ്. ആ പദമാണ് പിൽക്കാലത്ത് സംസം എന്ന പേരുണ്ടായത് എന്ന് ചരിത്രം റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അത്ഭുതത്തിന്റെ വെള്ളമാണ്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് 1-ാം നമ്പർ വെള്ളം നബി തങ്ങളുടെ 2 വിരലിനിടയിൽ നിന്ന് പ്രവഹിച്ച വെള്ളമാണ്. 1-ാമത്തെ വെള്ളം മഹത്വങ്ങളിൽ, 2-ാമത്തെ വെള്ളം മാഉ സംസമാണ്. അല്ലാഹു ഭാഗ്യം തരട്ടെ. 3-ാമത്തെ വെള്ളം ഹൗദുൽ കൗസറാണ്. 4-ാമത്തെ വെള്ളം നൈൽ നദിയിലെ വെള്ളമാണ്. അങ്ങനെ വെള്ളത്തിന്റെ ഒരു കണക്കുകളുണ്ട്. അല്ലാഹു ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിലൂടെ നമുക്കത് പഠിക്കാം. അപ്പോൾ വെള്ളത്തിന്റെ ശ്രേഷ്ഠത 2-ാമത്തെ വെള്ളം സംസം വെള്ളമാണ്. നബി തങ്ങൾ പറഞ്ഞു ഖൈറു മാഇൻ അലാ വജ്ഹിൽ അർളി മാഉ സംസം ഫീഹി തുആമു തുഅമിൻ വശിഫാഉ സുഖമിൻ. രോഗശമനത്തിന് അത് ശമനമാണ്. അഭയം തേടുന്നവർക്ക് അത് ശമനമാണ്. അത് ദാഹശമനത്തിന് നല്ലതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഹജ്ജിന് അമൽ കഴിഞ്ഞ ആളുകളൊക്കെ മടങ്ങി വരികയാണ്. അപ്പോൾ സംസം വെള്ളം കൊണ്ടുവരും. നമ്മൾ സംസം വെള്ളം കുടിക്കുമ്പോൾ ഒരു പ്രാർത്ഥന പറയണമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ വാസിഅ വശിഫാഅ മിൻ കുല്ലി ദാഅ എന്ന് പറയൽ പ്രത്യേകം സുന്നത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പരിശുദ്ധമായ മക്കയിൽ വെള്ളമായി. വെള്ളം ഇതുവരെ ഇല്ലായിരുന്നു. അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്ന ഉറവയാണെന്ന് പറയുന്നു. ഇന്നുവരെ പറ്റിയിട്ടില്ല. അതാണ് അത്ഭുതം. ജിബ്രീലിന്റെ തീരുമാനം, അള്ളാന്റെ തീരുമാനം ജിബ്രീൽ നിറവേറി. അങ്ങനെ അവിടെ വെള്ളമായി. മഹദിയായ ഹാജറ ബീവിയും തന്റെ മകനാകുന്ന ഇസ്മായിൽ നബിയും ആരുമില്ല. അവിടെ
ഇങ്ങനെ സന്തോഷത്തോടെ കഴിയുകയാണ്. അൽഹംദുലില്ലാ, ദിവസങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ യമൻ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നും കുറച്ച് സംഘം ജുർഹും ഗോത്രക്കാരാണ്. അവരവിടെ വന്നു. അവരിങ്ങനെ വഴിയാത്രക്കാരാണ്, സ്ഥിരമായി പോകുന്ന വഴിയാണ്. പക്ഷേ അതിന്റെ നേതാവ് നോക്കുമ്പോൾ പതിവിൽ വിപരീതമായി പരിശുദ്ധമായ കഅബയുടെ ഭാഗത്ത്, പരിശുദ്ധമായ ആ ഭാഗത്ത് പക്ഷികൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ്. അപ്പൊ നേതാവ് പറഞ്ഞു, അവിടെ എന്തോ വെള്ളമുണ്ടെന്ന് തോന്നുന്നു, നിങ്ങൾ പോയി നോക്കി. രണ്ടുപേരും അവിടെ പോയി നോക്കുമ്പോൾ അവിടെ വല്ലാത്ത ശുദ്ധ തെളിനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അവർ മതിവരുവോളം കുടിച്ചു. എന്നിട്ട് ആ വെള്ളവുമായി അമീറിന്റെ അടുക്കലേക്ക് കടന്നു വന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. ചോദിച്ചു, എന്താ എവിടെന്ന വെള്ളം? പറഞ്ഞു, അവിടെ വെള്ളം ഉണ്ട്. ഇതുവരെ അവിടെ വെള്ളം ഉണ്ടായില്ലല്ലോ. അപ്പൊ എന്തോ പ്രത്യേകത അവിടെ ഉണ്ട്. അള്ളാന്റെ സഹായം നോക്കണേ, അള്ളാഹു വിടൂല. അള്ളാഹു ഒരു പ്രശ്നം തന്ന, ഒരു ബുദ്ധിമുട്ട് തന്ന, അള്ള സഹായിക്കും. ഉമ്മമാരെ, വാപ്പമാരെ അള്ള വിടൂല. അങ്ങനെ ജുർഹും ഗോത്രക്കാർ അവിടെ വന്നിട്ട് ഹാജറാബിയോട് ചോദിച്ചു, ഞങ്ങൾ ഇവിടെ താമസിച്ചോട്ടെ? ആരോടാ? ആ മനുഷ്യവാസമില്ലാത്ത, ആരോടും മിണ്ടാനില്ലാത്ത ചോര പൈതൽ ഉമ്മയുമുള്ളപ്പോ ജുർഹും ഗോത്രക്കാർ വന്ന് ചോദിച്ചു, ഞങ്ങൾ ഇവിടെ താമസിച്ചോട്ടെ? മഹദിയായ ഹാജറ റളിയല്ലാഹു തആല അൻഹ അനുവാദം കൊടുത്തു. അവിടെ അങ്ങനെ ടെന്റുകളായി, താമസങ്ങളായി, അയൽവാസികളായി, സംസാരിക്കാൻ ആളുകളായി, പറയാൻ ആളുകളായി സന്തോഷത്തോടെ പോവുകയാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനാകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ വളരുകയാണ്. വളർന്ന് 7 വയസ്സായി എന്നൊരു അഭിപ്രായം, അതല്ല 13 വയസ്സായി എന്നൊരു അഭിപ്രായം. 7 വയസ്സായാലും 13 വയസ്സായാലും നമുക്ക് ഏകദേശം പ്രായത്തിന്റെ പക്വത നമുക്ക് മനസ്സിലാവുമല്ലോ. ആ പ്രായത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധമായ മക്കയിലേക്ക് കടന്നു വരികയാണ്. മകനെ കുഞ്ഞിളം പ്രായത്തിലേ കണ്ടിട്ടുള്ളൂ, ചോര പൈതലിന്റെ കോലത്തിലേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മകനെ കണ്ടിട്ടില്ല. മകൻ എത്ര വയസ്സായി? 7 വയസ്സായി എന്നൊരു അഭിപ്രായം, 13 വയസ്സായി എന്ന അഭിപ്രായം, പ്രബലമായ അഭിപ്രായം 13 വയസ്സെന്നാണ്. അത് നമ്മൾ തീരുമാനമെടുക്കും. 13 വയസ്സെന്ന് കരുതിക്കോളി. 13 വയസ്സുള്ള മകനെ കാണാൻ ആര് വരുന്നു? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മടങ്ങി വരികയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മടങ്ങി വന്നു. അങ്ങനെ തന്റെ മകനെ കണ്ടുമുട്ടി. മകനെ തിരിച്ചറിഞ്ഞു വാപ്പയെ. വാപ്പയും മകനും വല്ലാത്ത സ്നേഹം. വർഷങ്ങൾക്ക് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ 96-ാമത്തെ വയസ്സിൽ ജനിച്ച മകൻ. താലോലിക്കാൻ സമയം കിട്ടിയില്ല. റബ്ബിന്റെ തീരുമാനം മക്കയിൽ കൊണ്ടൊന്ന് ഉപേക്ഷിക്കുക. 13-ാമത്തെ വയസ്സിലാണ് മടങ്ങി വരിക. അപ്പം സ്നേഹം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഗൾഫിൽ നിന്ന് 2 കൊല്ലം കഴിഞ്ഞൊരു മകൻ വരുമ്പോൾ ഉമ്മാടെ സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ പിന്നെ 13 കൊല്ലം കഴിഞ്ഞിട്ട് വാപ്പ മകനെ കാണുമ്പോൾ സന്തോഷം പറയാനുണ്ടോ? സുബ്ഹാനല്ലാഹ്, വല്ലാത്ത സന്തോഷം. ഈ കെട്ടിപ്പിടുത്തവും ഈ ബഹളവും ഈ സ്നേഹപ്രകടനം കണ്ടപ്പോൾ മലക്കുകൾക്ക് ഒരു സംശയം. അവിടെയാണ് പരീക്ഷണം തുടങ്ങുക. മലക്കുകൾക്ക് ഒരു സംശയം. അവർ മലക്കുകളോട് പറഞ്ഞു, പടച്ചോനെ, നിന്റെ ഖലീലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാഹു തീരുമാനിച്ച ആളാണല്ലോ. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മകനോടാണോ അതല്ല നിന്നോടാണോ ഇഷ്ടം? അപ്പൊ മലക്കളോട് അള്ളാഹു ചോദിച്ചു, നിങ്ങൾക്ക് സംശയമുണ്ടോ? മലക്കളോട് സംശയമൊന്നുമില്ല, എന്നാലും ഞങ്ങൾക്ക് മനസ്സിൽ ഇങ്ങനെ ചെറിയൊരു ആകുലത എന്ന് അള്ളാഹിനോട് പറഞ്ഞപ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അടുത്ത പരീക്ഷണം മഹാപ്രവാചകനാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഉറക്കത്തിൽ സ്വപ്നം കാണുന്നു, തന്റെ കരളിന്റെ കഷ്ണമായ മകനെ അറുത്തു കൊടുക്കണം. സുബ്ഹാൻ. അടുത്ത പരീക്ഷണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വപ്നം കാണുന്നു, മകനെ ബലിയർപ്പിക്കുക. അപ്പൊ ഇത് കണ്ട സ്വപ്നമാണെന്നറിയാൻ മൃഗങ്ങളെ കൊടുക്കണമെന്ന് കരുതി ആദ്യം ആടിനെ അറുത്തു എന്നാണ് ചരിത്രം. 100 ആടിനെ അറുത്തു. അള്ളാഹ് പറഞ്ഞു, സ്വീകരിച്ചിട്ടില്ല. വീണ്ടും സ്വപ്നം കണ്ടു, നീ ആടായതുകൊണ്ടാണ് ഒട്ടകത്തെ അറുത്തു. അപ്പോഴും പറഞ്ഞു, ഇല്ല, മകനെ തന്നെയാണ് അറുക്കേണ്ടത് എന്ന് സ്ഥിരീകരണം വരികയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. വാപ്പ കണ്ട സ്വപ്നത്തെ പറ്റി മകനോട് ചോദിച്ചു, മോനെ, വാപ്പൊരു സ്വപ്നം കണ്ടു. വാപ്പൊരു സ്വപ്നം കണ്ട്, യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻളുറു മാദാ തറാ. മോനെ, വാപ്പൊരു സ്വപ്നം കണ്ടടാ. എന്താ സ്വപ്നം എന്നറിയോ? സ്വപ്നം അള്ളാഹ് അറിയിച്ചിരിക്കുകയാണ്, നിന്നെ അറുത്തു കൊടുക്കണമെന്ന്. ഇത് കേട്ട ഉടനെ ഈ ഇസ്മായിൽ നബി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? നമ്മുടെ മക്കളോട് നമ്മൾ പറയണമെങ്കിലോ അങ്ങനെ ഉണ്ടാകൂല. എന്നാലും ആലോചിക്കുക, വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എടാ, ഞാൻ സ്വപ്നം കണ്ടു, നിന്നെ ഹാഫിദ് ആക്കണമെന്ന് എന്റെ ആഗ്രഹം. ഉമ്മ പറയുന്ന ആലോചിച്ച് നോക്കിയേ. നമ്മളെ മക്കളോട് നമ്മൾ പറയണം, എടാ ഉമ്മച്ചി എന്നുള്ള ഉറക്കത്തിൽ സ്വപ്നം കണ്ടുകൂടാ. എന്തുട്ടാ സ്വപ്നം കണ്ട ഉമ്മ? എടാ, എന്താണെന്നറിയോ, നിന്നൊരു ഹാഫിദ് ആക്കണമെന്ന് സ്വപ്നം കണ്ടു. ഒന്നല്ലടാ, 3 വട്ടം. അപ്പൊ മക്കള് പറയണ എന്താ? വാപ്പായ വേണമെങ്കിൽ ആക്കിക്കോളി, എന്നെ കിട്ടൂല. ഇല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അറുത്തു കൊല്ലണോന്നല്ല, ഹിഫ്ള് പഠിക്കാനോ ആലിമാക്കാനോ ദറസിലാക്കണമെന്നാണ് സ്വപ്നം കണ്ടെന്ന് പറയും. നമ്മുടെ മക്കൾ പോവോ? ഇബ്രാഹിം നബിയുടെ മകനാകുന്ന 13 വയസ്സുകാരനാകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഖുർആൻ പറയുന്നുണ്ട് അത്ഭുതം, ഞെട്ടിപ്പോയൊരു മറുപടി. യാ അബത്തി ഇഫ്അൽ മാ തുഅ്മർ സതജിദൂനി ഇൻഷാ അല്ലാഹ് മിനസ് സ്വാബിരീൻ. വാപ്പാ, എന്നെ കൊല്ലാനാണോ കൽപ്പന? എന്നെ കരിച്ചു കളയാനാണോ കൽപ്പന? എന്നെ അറുത്ത് കളയാനാണോ കൽപ്പന? ചെയ്യൂ വാപ്പാ. എന്തിനാ ചോദിക്കണേ? റബ്ബിന്റെ കൽപ്പനയല്ലേ. ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. നമുക്ക് കണ്ടുമുട്ടാം വാപ്പാ, സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാം. സുബ്ഹാനല്ലാഹ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാളിരിക്കണ ആരുണ്ട്? ശപിക്കപ്പെട്ടവനായ പിശാച്.
പിശാചിന് സഹിച്ചില്ല. ഉടനെ വാപ്പ ഭാര്യയോട് പറഞ്ഞു, ഇബ്രാഹിം നബി മഹാജറാബിയോട് പറഞ്ഞു, ഒരു സ്ഥലം വരെ പോകാനുണ്ട്, മകനെ വേഗം കുളിച്ചൊരുക്കണം. ഉമ്മ വല്ലാതെ ആഗ്രഹത്തോടെ മകനെ കുളിപ്പിക്കുന്നു, നല്ല വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നു, മകനെ യാത്രയാക്കാനുള്ള തന്ത്രപ്പാടിലാണ്. ഉടൻ തന്നെ ശപിക്കപ്പെട്ടവനായ പിശാച് ലഅനത്തുല്ലാഹി അലൈഹി ഹാജറാബിയോട് പറഞ്ഞു, പെണ്ണെ നീ വെറുതെ ഒരുക്കി വിടലിട്ടോ, എന്തിനാ വിടുന്നറിയോ, അറുക്കാനാ കൊണ്ടുപോണേ. അദ്ദേഹം സ്വപ്നം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ആരോ പറഞ്ഞു നിലയ്ക്ക് മകനെ കൊണ്ടുപോണ അറുക്കാനാണ്. ഹാജറാ ബിബി എന്ന് പറയുന്ന ചരിത്രത്തിന്റെ നായിക പറഞ്ഞ മറുപടി എന്തെന്നറിയോ, എന്റെ റബ്ബ് പറഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് സമ്മതമാണ്. ഇവിടെ രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ മകന്റെ അടുക്കൽ പോയി, മോനെ വാപ്പ നിന്നെ കളിക്കാൻ കൊണ്ടുപോണതല്ല, വാപ്പ നിന്നെ ടൂറിന് കൊണ്ടുപോണതല്ല, കൊണ്ടുപോണത് അറുക്കാൻ വേണ്ടിയാ. അപ്പോഴും പറഞ്ഞു, അല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ലടോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലും പോയി, ഇത് അള്ളാന്റെ സ്വപ്നമൊന്നുമല്ല, ഇബ്ലീസിന്റെ സ്വപ്നമാണ്, ചെയ്യരുത്, മകനാണ് നഷ്ടപ്പെടാൻ പോകുന്നത്, 96-ാമത്തെ വയസ്സിൽ കിട്ടിയ മകനാണ്. അപ്പോഴും ഇബ്രാഹിം നബി ആട്ടിപ്പായിച്ചു. അതിന്റെ സ്മരണയർത്ഥം 3 പേരെടുക്കലും പോയി ഇബ്ലീസ് ദുർബോധനം നടത്തിയപ്പോ ആ 3 പേരും ആട്ടി ഓടിച്ചു. അതിന്റെ സ്മരണയാണ് ജംറത്തുൽ അഖബ, ജംറത്തുൽ ഊല, ജംറത്തുൽ വുസ്ത. ഈ 3 സ്ഥലങ്ങളിലേക്ക് കല്ലെറിയുക. അങ്ങനെയാണ് അല്ലെ, നമ്മൾ 3 ജംറകൾ അയ്യാം തശ്രീഖിന്റെ 3 ദിവസങ്ങളിൽ 3 ജംറകൾ കല്ലെറിയും. എന്റെ ജംറത്തുൽ അഖബ, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ ഊല, ഈ 3 സ്ഥലങ്ങളെ കല്ലെറിയുന്നതിന്റെ ചരിത്രം ഇബ്ലീസിനെ ആട്ടി ഓടിച്ചതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പരിശുദ്ധമായ മിനയിലെത്തി, ഹാജിമാർ സ്തംഭിച്ചിരിക്കുന്ന മിനയിലെത്തി. പിന്നെയാണ് നടന്നത് അത്ഭുതം ഇല്ലേ. ഉടനെ കഴുത്തെ ന്റെ ദർക്കുബാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ, ഉടനെ കഴുത്തന്റെ ദർക്കുബാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ, ആറ്റൽ കനിമോനെ ഇതാ നിന്നെ പോൽ ഏറ്റം സുഖമെൻ്റെ മനസ്സിനിപ്പോൾ, നേരം കളയാതെ അറുക്കൂ ബാപ്പാ, നേരെ പിടിവാൾ വെച്ചറുക്കൂ ബാപ്പാ, ഉടനെ കഴുത്തൻ്റെ ദറുക്കൂ ബാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ. എന്റെ പ്രിയമുള്ളവരെ, മിനയിലെത്തി, മകന് മനസ്സിലായി അറുക്കാന, വാപ്പാക്കും മനസ്സിലായി അറുക്കാന. വല്ലാത്ത ഒരു സങ്കടം. ആലോചിച്ച് നോക്കിയേ, 96-ാമത്തെ വയസ്സിൽ കിട്ടിയ മകൻ 13-ാമത്തെ വയസ്സിലെ പിന്നെ കാണണേ. ഏതാനും ദിവസങ്ങളെ കണ്ടിട്ടുള്ളൂ, കണ്ട് കൊതി തീർന്നിട്ടില്ല. സ്വപ്നത്തിൽ പറഞ്ഞു മകനെ അറുക്കാൻ. മിനയിലേക്ക് കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്, മഹാനായ ഇസ്മായിൽ നബി എന്ന് പറയുന്ന അരുമക്കിടാവിനെ ചരിച്ച് കിടത്തുകയാണ്. ഒരു മകൻ വാപ്പയോട് കൊടുക്കുന്ന 10 വസിയത്തുകളുണ്ട്. വേഗത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, സമയമേറെ വൈകി. വിശാലമായ ഒരു ചരിത്രമാണ്. അൽഹംദുലില്ലാഹ്, ബദറുൻ തീരമെന്ന ഈ വിനീത നേതൃത്വം കൊടുക്കുന്ന ഒരു മജ്ലിസ് ഉണ്ട്. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഇതുപോലെയുള്ള ചരിത്രം മാപ്പിളപ്പാട്ടിലൂടെ പാടി പറയുന്ന ഒരു ചരിത്രമാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. ആ ചാനലിന്റെ ലിങ്കാണ്. എല്ലാ ദിവസവും ഈ ചരിത്രം തന്നെ എത്രയോ 7-8 ദിവസമായി പറഞ്ഞ ചരിത്രത്തിന്റെ പ്രധാന ഭാഗമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ആ ചാനലിലൂടെ വിശാലമായ ചരിത്രമുണ്ട്, നിങ്ങൾക്ക് കേൾക്കാം. ഇബ്രാഹിം നബിയുടെ ചരിത്രം പാടി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പാട്ടുകളിലൂടെ ആ ചരിത്രത്തിൽ ഒരുപാട് പാടാനുണ്ട്, പറയാനുണ്ട്. പക്ഷെ സമയം ചുരുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ബദറുൻ തീരം എന്ന ചാനൽ എല്ലാവരും കാണണം. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഓരോ മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന മജ്ലിസാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിന്റെ ലിങ്ക്, ആ ചാനലിന്റെ ലിങ്ക് ഇൻഷാ അല്ലാഹ് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മകനെ അറുക്കാൻ വേണ്ടി കിടത്തിയപ്പോ മകൻ പറഞ്ഞു, വാപ്പാ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തത് വാപ്പാ എന്റെ 2 കൈയും കെട്ടണം. കരളലിയിപ്പിക്കുന്ന ചരിത്രം. ഇബ്രാഹിം നബിയുടെ മനസ്സ് പിടച്ചില്ല. ഹൃദയം കേൾക്കുന്നവരുടെ ഹൃദയം പൊടിഞ്ഞു പോകും. ഒരു വാപ്പ മകനോട് കൊടുക്കുന്ന ഒന്നാമത്തെ ഉപദേശം, വാപ്പാ എന്റെ കൈ നിങ്ങൾ കെട്ടണം. എന്തിനെന്നറിയോ? വേദന കൊണ്ട് ഞാൻ പുളയുമ്പോ എന്റെ കൈയെങ്ങാനും നിങ്ങളുടെ കൈ ഒന്ന് തട്ടിത്തെറുപ്പിച്ചാൽ അള്ളാന്റെ കൽപ്പനയിൽ നിന്ന് മാറൂലേ? എനിക്ക് വേദന എടുക്കുമ്പോ ഞാൻ കൈ തട്ടിയാലോ? അതുകൊണ്ട് വാപ്പാ നിങ്ങൾക്ക് അത് അറുക്കാൻ പറ്റൂല, എന്റെ കൈ ഒന്ന് പുറകിലേക്കൊന്ന് കെട്ടിത്തരണം. ഒരു മകൻ 13 വയസ്സുകാരൻ വാപ്പാടെ മുഖത്ത് നോക്കി പറയാണ്, ഒരു സങ്കടം ഇല്ലാതെ, ഒരു വിഷമം ഇല്ലാതെ. മക്കളെന്ന് പറഞ്ഞാൽ നമുക്ക് പൊന്നാണ്, നമുക്ക് വല്ലാത്ത സന്തോഷമാണ്. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. വാപ്പ രംഗൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരും. പെങ്ങളെ
പെങ്ങളെ, വാപ്പ എന്നെ 2 കൈ നിങ്ങൾ കെട്ടണം, അള്ളാഹിന്റെ തീരുമാനാണ്, എനിക്ക് വേദന എടുത്താൽ ഞാൻ തട്ടിക്കളഞ്ഞാലോ വാപ്പാന്റെ കൈ. 1-ാമത്തെ വസിയത്ത്. 2-ാമത്തെ വസിയത്ത് വഅൻ തജ്അല വജ്ഹിയ അലൽ അർള്, വാപ്പ എന്റെ മുഖം നിങ്ങൾ കമഴ്ത്തി വെക്കണം. എന്തിനെന്നറിയോ? ഞാൻ മലർന്നു കിടന്നാൽ, ചരിഞ്ഞു കിടന്നാൽ, വാപ്പ നിങ്ങൾ എപ്പോഴെങ്ങാനും അറുക്കുന്നതിനിടയിൽ എന്റെ മുഖത്തേക്കൊന്ന് നോക്കിയാ വാപ്പ അറുക്കാൻ പറ്റൂലെങ്കിലോ? എന്റെ പൊന്നുമോനല്ലേ എന്ന ചിന്ത വന്നാൽ എന്റെ റബ്ബിനോടുള്ള തീരുമാനം മാറൂലേ? അത് വേണ്ട വാപ്പ, എന്റെ മുഖം മണ്ണിലേക്ക് കമഴ്ത്തി വെക്ക്, എന്റെ മുഖം അറുക്കുമ്പോ എന്റെ വാപ്പിച്ച കാണണ്ട എന്ന് മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം. എത്ര വയസ്സാ? 30 അല്ല, 13 വയസ്സുകാരന്റെ വാക്കാണ്. 3-ാമത്തെ വസിയത്ത് ഉഖ്ഫുഫ് അന്നി സിയാബിയ, വാപ്പ എന്റെ വസ്ത്രം നിങ്ങൾ അഴിച്ചു മാറ്റണം, എന്റെ വസ്ത്രം നിങ്ങൾ അഴിച്ച് ദൂരേക്ക് വെക്കണം. എന്തിനാണെന്നറിയോ? ഒരു തുള്ളി രക്തം പോലും ആ വസ്ത്രത്തിൽ വീഴാൻ പാടില്ല. കാരണം ഒരു തുള്ളി രക്തം അത് മണ്ണിലേക്കാണ് വീഴേണ്ടത്. മണ്ണിൽ വീഴുമ്പോഴാണ് പ്രതിഫലം. ഉളുഹിയ മൃഗം ഇറുക്കുമ്പോൾ അങ്ങനെയല്ലേ, രക്തം മണ്ണിൽ വീഴണമെന്നാണ്. വാപ്പ ഒരു തുള്ളി രക്തമെങ്ങാനും എന്റെ വസ്ത്രത്തിൽ വീണാൽ എന്റെ പ്രതിഫലം കുറയൂലേ വാപ്പ? മണ്ണിലല്ലേ വീഴേണ്ടത്? അതുകൊണ്ട് വസ്ത്രം മാറ്റണം. അത് മാത്രമല്ല, എനിക്ക് ഉമ്മ എടുപ്പിച്ചെന്ന പുതിയ വസ്ത്രമാണ്. എന്റെ ഉമ്മ ചെല്ലുമ്പോ മകൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഈ വസ്ത്രം കയ്യിലേക്ക് കൊടുക്കണം. അഴുക്കു പറ്റാത്ത, രക്തം പറ്റാത്ത, ചെളി പുരളാത്ത ഈ വസ്ത്രം എന്റെ ഉമ്മാക്ക് സന്തോഷമായിക്കൊള്ളട്ടെ. അതുകൊണ്ട് ഈ വസ്ത്രം അഴിച്ചു മാറ്റണമെന്ന് മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബിയോട് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. അതാണ് 3-ാമത്തെ ഉപദേശം. 4-ാമത്തെ ഉപദേശം വഅശബ്ദു സഫറതക, നബിയെ വാപ്പ കത്തിയുടെ മൂർച്ച ഒന്ന് കൂട്ടണം. എന്തിനെന്നറിയോ വാപ്പ? മരണത്തിന് വല്ലാത്ത വേദനയാണ് വാപ്പ, മരണത്തിന് വല്ലാത്ത വേദനയാണ്. ഈ വേദനയോടെ എന്നെ അറുക്കുമ്പോ, വേദന കൊണ്ട് ഞാൻ വല്ലാതെ നിലവിളിക്കുമ്പോ, വല്ലാതെ കരയുമ്പോ വാപ്പാന്റെ കൈ ഒന്ന് പിടച്ചാൽ അള്ളാന്റെ തീരുമാനത്തിൽ നിന്ന് മാറ്റം വരൂലേ? വാപ്പ അത് വേണ്ട. അതുകൊണ്ട് നിങ്ങളെ കത്തി വേഗത്തിൽ എനിക്ക് മരിക്കണം, വേഗത്തിൽ എനിക്ക് അള്ളാന്റെ അടുത്ത് പോകണം. അതുകൊണ്ട് കത്തിക്കൊന്ന് മൂർച്ച കൂട്ടണമെന്ന് മകൻ പറഞ്ഞു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ. 5-ാമത്തെ ഉപദേശം വഅൻ തദ്ഹബ ഖമീസി ഇലാ ഉമ്മി, ഞാൻ ഇട്ടിരുന്ന വസ്ത്രം ഉണ്ടല്ലോ അതെന്റെ ഉമ്മാരുടെ അടുക്കലേക്ക് കൊടുക്കണം. ചെല്ലുമ്പോ മോൻ എവിടെയെന്ന് ചോദിക്കുമ്പോ അള്ളാന്റെ മാർഗത്തിൽ കൊടുത്തു. അപ്പൊ എന്റെ മോൻ ഒന്നും തന്നു വിട്ടില്ലേ, എന്റെ മോനെ ഞാൻ എന്താണ് ഓർത്ത് വെക്കാന്ന് ചോദിക്കുമ്പോ ഈ വസ്ത്രം അങ്ങ് കൊടുത്തേക്കുമ്മാക്ക് എന്ന് മഹാനായ ഇസ്മായിൽ നബി പറഞ്ഞു എന്നാണ്. 6-ാമത്തത് വസല്ലിം അലൈഹ, നമുക്ക് മക്കളില്ലേ? ഒന്ന് ചിന്തിക്കുമ്മ, ഈ ചരിത്രം വെറുതെ പറഞ്ഞു കളയാനുള്ളതല്ല, കൽബ് തട്ടിക്കേക്കിൻ. 6-ാമത് പറയുന്നു വസല്ലിം അലൈഹ, എന്റെ ഉമ്മച്ചയോട് ഒരു സലാം പറയണം വാപ്പ. അസ്സലാമു അലൈക യാ ഉമ്മി എന്ന് ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നുമോൻ പറഞ്ഞതായിട്ട് നിങ്ങൾ പറയണമെന്ന് മകൻ. അതുപോലെ ഇത് കേൾക്കുന്ന വാപ്പയുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കിയേ. അള്ളാഹ് അതാണ് പടച്ചവന് വേണ്ടി സർവ്വസ്വം സമർപ്പിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. 7-ാമത് പറയുന്നു റബ്ബിന്റെ കൽപ്പനയിൽ ക്ഷമിക്കാൻ പറയണം. ഉമ്മയോട് പറയണം, ഉമ്മ നിങ്ങൾ കരയരുത്, നിങ്ങൾ വിഷമിക്കരുത്, അള്ളാന്റെ കോടതിയിൽ ഉമ്മ നമ്മൾ കണ്ടുമുട്ടും, റബ്ബിന്റെ തീരുമാനമാണ് ഉമ്മ. അതുകൊണ്ട് ഈ മകൻ അള്ളാന്റെ മാർഗത്തിലാ പോയത് എന്ന് ചിന്തിക്കണേ ഉമ്മ, സങ്കടപ്പെടല്ലേ എന്ന മകൻ. 7-ാമത് അങ്ങനെ പറയുകയാണ്. 8-ാമത്തത് വലാ തുഖ്ബിർഹ, വാപ്പ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോ ഉമ്മ കിള്ളി ചോദിക്കും, കുത്തി ചോദിക്കും, മോനെവിടെയാന്ന്. വാപ്പ ഒരു കാരണവശാലും വാപ്പ ഈ മകനെ എവിടെയിട്ടാണ് അറുത്തത് എന്ന് പറയരുത്, എങ്ങനെയാണ് അറുത്തത് എന്ന് പറയരുത്, എന്തുകൊണ്ടാണ് അറുത്തതെന്ന് പറയരുത്. അങ്ങനെ സ്ഥലം പറഞ്ഞ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് കരയും, എനിക്ക് സഹിക്കൂല. എങ്ങനെയാണ് അറുത്തതെന്ന് ചോദിച്ചാ ആ ഉമ്മക്ക് അത് ഓർത്തോർത്ത് കരയും. ഉമ്മ സങ്കടപ്പെടുന്ന എനിക്ക് ഇഷ്ടമല്ല. വലാ തുഖ്ബിർഹ, എത്ര കുത്തി ചോദിച്ചാലും കിള്ളി ചോദിച്ചാലും പറയല്ലേ വാപ്പ, അതെനിക്ക് സഹിക്കൂല. അത് മാത്രമല്ല 9-ാമത്തെ വസിയത്ത് അലാ ഉമ്മി, പാപ്പ എന്റെ പ്രായത്തിലുള്ള മക്കള് എന്റെ ഉമ്മാന്റെ അടുത്ത് വരാതെ നോക്കണം. എന്റെ പ്രായത്തിലുള്ള മക്കള് എന്റെ ഉമ്മാന്റെ ചാരത്ത് വന്ന പടച്ചോനെ, എന്റെ കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ എന്റെ അടുത്ത് വരുമായിരുന്നല്ലോ എന്ന് 10 മാസം ചുമന്ന മരണതുല്യമായി പ്രസവിച്ച ഉമ്മ എന്റെ അടുത്ത് വന്ന് പറയുമ്പോ ഉമ്മാക്ക് അത് സഹിക്കാൻ പറ്റൂല. ഉമ്മാന്റെ കണ്ണുനീര് എനിക്ക് പറ്റൂല വാപ്പ. അതുകൊണ്ട് എന്റെ പ്രായത്തിലുള്ള മക്കള് ഉമ്മായെ കാണുന്നതോ ഉമ്മാരുടെ അടുത്ത് വരുന്നതോ തടയണേ വാപ്പ എന്ന് ഒരു മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം. 10-ാമത്തെ ചരിത്രം എന്താ പറയണെന്നറിയോ? വാപ്പ എന്നെ പോലെയുള്ള, എന്റെ മുഖസാദൃശ്യമുള്ള, എന്റെ രൂപമുള്ള, എന്റെ പ്രായമുള്ള ആരെങ്കിലും വാപ്പ കണ്ട വാപ്പ അങ്ങോട്ട് നോക്കണ്ട. വാപ്പക്ക് ചിന്ത എങ്ങനെ വന്നാലോ, പടച്ചോനെ എന്റെ കുട്ടി അറുക്കണ്ടായിരുന്നല്ലോ അല്ലാ, എന്റെ കുട്ടി എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ അല്ലാ എന്ന് ചിന്തിച്ച അള്ളാഹു എനിക്ക് പ്രതിഫലം തരൂല വാപ്പ, നിങ്ങൾക്കും പ്രതിഫലം കിട്ടൂല. ഈ 10 വസിയത്തും വാപ്പ എനിക്ക് ചെയ്യണം.
എനിക്കത് പാലിച്ചു തരണമെന്ന് ഒരു മകൻ പറഞ്ഞു എന്നാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അങ്ങനെ അറുക്കാൻ വേണ്ടി കഴുത്തിൽ കത്തിവെക്കുന്നു. സുബ്ഹാനല്ലാഹ്, അറുക്കുന്നു, മുറിയുന്നില്ല. കത്തിവെച്ചു എന്ന ചരിത്രം അതല്ല. മറ്റൊരു റിപ്പോർട്ടിൽ മുറിച്ചു, പക്ഷെ മുറിയുന്നില്ല. വനാദാ മുനാദിൻ മിൻ ഖബിലിർ റഹ്മ, അള്ളാന്റെ ഭാഗത്ത് വിളിയാളമുണ്ടായി. അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുയ ഇന്നാ കദാലിക നജിൽ മുഹ്സിനീൻ. ഇബ്രാഹിം നബിയെ, നിങ്ങൾ വിജയിച്ചു. നിങ്ങൾക്ക് അള്ളാഹുടെ വല്ലാത്ത ഇഷ്ടം മകനല്ല, ഭാര്യയല്ല, കുടുംബമല്ല, സമ്പത്തല്ല, റബ്ബ്, നമ്മളെ എല്ലാവരെയും പടച്ച റബ്ബ്, ആ പടച്ച തമ്പുരാനെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്ന അള്ളാഹ് സർട്ടിഫിക്കറ്റ് കൊടുക്കാണ്. സുബ്ഹാനല്ലാഹ്, നമുക്കൊക്കെ എന്ത് റബ്ബ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൈമ വട്ടപൂജയാണ്, നമ്മുടെ കൈമ വട്ടപൂജയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്നിലേക്ക് എടുക്കാൻ നീ ഭാഗ്യം തരണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ ഇബ്രാഹിം ഇവിടെ ചരിത്രം പറഞ്ഞ സുന്ദരമായ ഈ സദസ്സ് നീ കബൂലാക്കണേ അല്ലാഹ്. പ്രായച്ചിത്തം നിലയിൽ ആടിനെ കൊണ്ട് കൊടുക്കാൻ, ആടിനെ കൊണ്ട് കൊടുക്കാൻ നേരത്ത് ഇബ്രാഹിം നബിയോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. തങ്ങളെ ഇബ്രാഹിം നബിയെ, അല്ലാഹ് വലുത് നിങ്ങൾ തെളിയിച്ചു. വാക്ക് കൊണ്ടല്ല, ജീവിതം കൊണ്ട് നിങ്ങൾ തെളിയിച്ചു. തങ്ങളെ ഇബ്രാഹിം നബിയെ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് വരെ നിങ്ങൾ തെളിയിച്ചു. ഇത് കേട്ടപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. വെറും അല്ലാഹ് അല്ലടോ, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരാളില്ല, അവനാണ് വലിയവനെന്ന് ഇബ്രാഹിം നബി ഇത് കേട്ടുകൊണ്ട് തന്റെ അറവും പ്രതീക്ഷിച്ച് കിടന്ന മകനാകുന്ന ഇസ്മായിൽ നബി പറഞ്ഞു, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു എന്നാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അത് മടങ്ങി ആടിനെ അറുത്ത് ബലിയർപ്പണം കൊടുത്ത് ഇബ്രാഹിം നബി മകനും വീട്ടിലേക്ക് വന്ന് ഉമ്മയോട് കാര്യം പറഞ്ഞപ്പോൾ ഉമ്മ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു എന്നാണ്. പിന്നീട് പിൽക്കാലത്തിന്റെ പ്രിയമുള്ളവരെ, അവർ മക്കയിൽ ജീവിച്ചു എന്നും ചരിത്രം ബാക്കി ഞാൻ പറയുന്നില്ല. ഇതാണ് നമ്മുടെ ചരിത്രം. ഹജ്ജുമായി ബന്ധപ്പെട്ട ചരിത്രം ഇവിടം വരെയുള്ളൂ. പിന്നെ കഅബ പുതുക്കി പണിഞ്ഞ ഈ ചരിത്രം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ബദറൻ തീരം എന്ന യൂട്യൂബ് ചാനൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ആ ചാനലിൽ, ഈ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ തന്നെ എൻ്റെ ലിങ്ക് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടു നോക്കി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ചരിത്രം കേട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈമാനിന്റെ ഒരു അല്പമെങ്കിലും നമുക്ക് അള്ളാഹു തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു പരിശുദ്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഇതുപോലെയുള്ള ചരിത്രങ്ങൾ ഇൻഷാ അല്ലാഹ് എല്ലാ ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെ ചരിത്രം നമുക്ക് ഇതിലൂടെ പഠിക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. എല്ലാ തിങ്കളാഴ്ചയും ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇന്നിപ്പോൾ തിങ്കളാഴ്ചയിൽ ഇൻഷാ അല്ലാഹ് ആഴ്ചയിൽ ഒരിക്കൽ മഹാന്മാരുടെ മഹദിയുടെ ചരിത്രം ഇതുപോലെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നല്ലത് പഠിക്കാനും പകർത്താനും തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വീഡിയോ നിങ്ങളിലേക്ക് കിട്ടാൻ ഇൻഷാ അല്ലാഹ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവെന്നാണ്. ഇന്നൊരു അല്പം വൈകിപ്പോയി, നിങ്ങൾ പൊരുത്തപ്പെടുക. ചരിത്രം ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇതുപോലെ ചരിത്രം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ അത് ഇനിയും പറയണം. ആരുടെ ചരിത്രമാണ് വേണ്ടത് എന്നുവെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ലത് മനസ്സിലാക്കാനും നല്ലത് പഠിക്കാനും തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.